എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും തന്ന സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ. തൃശ്ശൂരിലെ ഫലം കഴിഞ്ഞ ജൂൺ 4 വന്നിരിക്കുകയാണ്. അതിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ ചില കാരണങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാരണം, സുരേഷ് ഗോപി എന്ന വ്യക്തി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ക്ലീൻ ഇമേജ് ആയിരുന്നു. ആ ഇമേജ് മാത്രമല്ല, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായ സഹകരണങ്ങൾ എല്ലാ നാനാജാതി മതസ്ഥർക്കിടയിലും അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവം, പിന്നെ സിനിമാ നടൻ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം, പിന്നെ രാജ്യസഭ MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെയും ചിട്ടയായ ഇലക്ഷൻ വർക്ക്, അങ്ങനത്തെ കാരണങ്ങളാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി 2-3 തവണ തൃശ്ശൂർ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുകയും നരേന്ദ്രമോദി അദ്ദേഹം പറയുകയുണ്ടായി, ഇത്തവണ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു MP തരികയാണെങ്കിൽ പാർലമെൻറ്റിൽ ഞങ്ങളുടെ ഒരു MP ശബ്ദം പാർലമെൻറ്റിൽ ഉയർന്നാൽ കേരളത്തിന് ഞങ്ങൾ ഒരു കേന്ദ്രമന്ത്രിയെ തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഒരു ഘടകമായി. മറ്റു 2 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും ജയിച്ചാലും അവരുടെ മുന്നണി ഭാരതത്തിൻ്റെ ഭരണത്തിൽ വരില്ല എന്നുള്ളൊരു വിശ്വാസവും തൃശ്ശൂരിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതും ഒരു കാരണമാണ്. അടുത്ത കാരണം, അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻസിലും ഈഴവരിലുമുണ്ടായ ഒരു BJPയോടുണ്ടായ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോടുണ്ടായ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ആദരവ്, അത് വോട്ടായി മാറിയപ്പോൾ അദ്ദേഹത്തിന് 75,000 വോട്ടിൻ്റെ വിജയമുണ്ടായി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് 2019 ഇലക്ഷനിൽ പരാജയപ്പെട്ട സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, ഈ തൃശ്ശൂർ ഞാൻ എടുക്കുകയാണ്. അങ്ങനത്തെ പലതരത്തിലുള്ള കാര്യങ്ങളും വന്നു. അത് വെച്ച് ഇടതു വലതു മുന്നണികൾ അദ്ദേഹത്തെ ട്രോളുകയും അദ്ദേഹത്തെ പല രീതിയിലും അദ്ദേഹത്തിൻ്റെ ഇമേജ് ടാർണിഷ് ചെയ്യാനുള്ള ശ്രമം നടക്കുകയുണ്ടായി. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുമാത്രമല്ല, മീഡിയ വൺ ചാനലിലെ ഒരു പത്രപ്രവർത്തകയെ, ഒരു ജേർണലിസ്റ്റിനെ അദ്ദേഹം ദേഹത്ത് കൈവച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞ് കേസാകുന്നു. അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർക്കാനുള്ളൊരു ഗൂഢമായ ശ്രമം ചില ഭാഗങ്ങളിൽ നിന്നുണ്ടായി. അത് അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ഇമേജ് എന്നുള്ളത് പോസിറ്റീവ് ഇമേജായി മാറുകയും തൃശ്ശൂരിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് നല്ല ഒരു സ്വീകാര്യത ഉണ്ടായി. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാരണമാണ്. അദ്ദേഹം ജയിച്ചു എന്ന് പറയുന്നതിനപ്പുറം ഇത്തരത്തിലുള്ള ചില കക്ഷികൾ അദ്ദേഹത്തെ ജയിപ്പിച്ചു എന്ന് പറയുന്നതാണ് കുറേ കൂടി ശരി. പിന്നെ അടുത്ത കാരണം, K. മുരളീധരൻ എന്ന വടകര MP പെട്ടെന്ന് വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ അതെന്ത് സാഹചര്യത്തിലാണെന്ന് നമ്മൾക്കറിയാം. K. മുരളീധരൻ്റെ സഹോദരി BJPയിൽ ചേരുന്നു. ആ സാഹചര്യത്തിൽ തൃശ്ശൂർ പിടിക്കണമെങ്കിൽ K. മുരളീധരൻ ഭരണം എന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെയും UDFൻ്റെയും ഒരു തീരുമാനമായിരുന്നു. അതുവഴി അദ്ദേഹം തൃശ്ശൂർക്ക് പോകുന്നു. അദ്ദേഹം എപ്പോഴും ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും അദ്ദേഹം മറ്റു കക്ഷികളെ ജയിപ്പിക്കാനായിട്ട്, കഴിഞ്ഞ തവണ നേമത്ത് അദ്ദേഹം ജയിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA ഉണ്ടാവുകയും BJPയുടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നത് പൂട്ടിപ്പോവുകയും ചെയ്തത്. ഇത്തവണ അദ്ദേഹം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ അവിടെ പോവുകയും മത്സരിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിലൊക്കെ വോളം ഉണ്ടാക്കിയെങ്കിൽ പോലും K. മുരളീധരൻ അവിടെ ചെന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പല നേതാക്കന്മാരും, സ്ഥാനം നഷ്ടപ്പെട്ടവരും നഷ്ടപ്പെടാത്തവരുമായിട്ടുള്ള പല നേതാക്കന്മാരും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നു. അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള സഹായം ചെയ്യുന്നുവെന്ന് നമുക്ക് മീഡിയയിലൂടെ കാണാൻ പറ്റിയെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ അടിയുറച്ച പല വോട്ടുകളും അടിയൊഴുക്കുകളും ഉണ്ടാവുകയും അത് BJPക്ക് ഗുണകരമായി വന്നു. BJPക്ക് ഗുണകരമായി എന്ന് പറയുന്നതിനപ്പുറം സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയോട് തൃശ്ശൂരിലെ ജനങ്ങൾക്കുണ്ടായ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ആദരവ്, അത് നല്ല രീതിയിൽ വോട്ടായി മാറുകയും അദ്ദേഹത്തിന് അത് നല്ല രീതിയിലൊരു ഗുണമാവുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് അദ്ദേഹം തൃശ്ശൂരിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ഒരു കിരീടം കൊടുക്കുകയും ആ കിരീടം കൊടുത്തതിനകത്ത്
ചെമ്പായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടും എതിർ കക്ഷികൾ അദ്ദേഹത്തെ ട്രോളുകയും അദ്ദേഹത്തിനെ പലതരത്തിലുള്ള പേരുകൾ വിളിക്കുകയും അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ കേരളത്തിലുള്ള ഒരു ആ ഇടവകയിൽപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആൾക്കാർക്കും എസ്പെഷ്യലി സ്ത്രീകൾക്ക് സുരേഷ് ഗോപി എന്ന നായകനോടും സുരേഷ് ഗോപി എന്ന വ്യക്തിയോടും സുരേഷ് ഗോപി എന്ന രാജ്യസഭ എം പിയോടും എല്ലാ തരത്തിലും അദ്ദേഹത്തോട് വളരെ സ്നേഹമുണ്ടായി. അദ്ദേഹത്തോട് ആ സ്നേഹം വോട്ടായി മാറി. നമുക്ക് ചിലർക്ക് എല്ലാ സ്ഥാനാർത്ഥികളോടും സ്നേഹം ഉണ്ടാവും, പക്ഷേ അത് വോട്ടായി മാറില്ല. പക്ഷേ ഇത്തവണ കൃത്യമായിട്ട് വോട്ടായി മാറിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. 3-4 മണ്ഡലങ്ങളിൽ BJPക്ക് ഒന്നാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞു. അതിൽ ചിലത് മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ പോലും BJP കടന്നു കയറിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കണക്കുകൂട്ടാൻ കഴിയില്ല. ഇടതു വലത് മുന്നണികൾ അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ഇനി തിരിച്ചു വരാനുള്ള സാഹചര്യമുള്ളൂ. അതാണ് ഇതിനകത്തുള്ള ഒരു കാരണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെയും ഇപ്രാവശ്യത്തെയും വോട്ടിംഗ് ഷെയറുകൾ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് കിട്ടിയത് 28.2% വോട്ടാണ്. ഇത്തവണ അദ്ദേഹത്തിന് 9.6% വോട്ട് കൂടുകയാണ് ചെയ്തത്. ഈ വോട്ട് പോയത് ഇടതുപക്ഷത്തിനാകെപ്പാടെ 0.15% വോട്ട് മാത്രമേ അദ്ദേഹത്തിന് പോയിട്ടുള്ളൂ. പക്ഷേ UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഇത്തവണ നഷ്ടപ്പെട്ടത് 9.7%. അതിൽ 9.6% വോട്ടുകളും ഭാരതീയ ജനതാ പാർട്ടിയുടെ സുരേഷ് ഗോപിക്ക് ലഭിക്കുകയും അതുവഴിയാണ് അദ്ദേഹത്തിൻ്റെ ജയം ഈസിയായത്. ഇടതുപക്ഷത്തിന് അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടില്ല എന്നല്ല പറയുന്നത്. ഓരോ വർഷവും ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരും. പക്ഷേ ഇത്തവണ സംഭവിച്ചു പോയത് ഇതാണ്. കോൺഗ്രസിൻ്റെ വോട്ടാണ് 9.6% കുറയുകയും അതേ വോട്ട് N ബ്ലോക്കായിട്ട് BJPയിലേക്ക് ചെല്ലുകയും ഇടതുപക്ഷത്തിൻ്റെ വെറും 0.15% മാത്രമേ പോയിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഇടതുപക്ഷത്തിൻ്റെ വോട്ടിംഗ് ബേസ് കൃത്യമാണ്. അവർക്ക് ഒരു പരിധിവരെ കഴിഞ്ഞ തവണ കിട്ടിയതിനകത്തും വളരെ ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഇത്തവണ വന്നിട്ടുള്ളൂ. പക്ഷേ ഇത്തവണ കോൺഗ്രസ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായത്. കോൺഗ്രസ്സിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പലരും പറയുകയുണ്ടായി. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മീഡിയയ്ക്ക് മുമ്പിൽ പറയുകയുണ്ടായി. പക്ഷേ നമുക്ക് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സുരേഷ് ഗോപി ചെറിയ വോട്ടിൽ നിന്നും ക്രമാനുഗതമായി വോട്ട് കൂട്ടി കൊണ്ടുവന്ന് 75,000 അടുത്ത വോട്ടിലേക്ക് എത്തിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ എത്തുകയും ചെയ്തു. പിന്നെ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയെ കേരളത്തിൽ ഒരു പരിധിവരെ എല്ലാ ജനങ്ങൾക്കും വളരെ ഇഷ്ടവും സ്നേഹവും ആദരവുമാണ്. ഞങ്ങളുടെ ഈ പ്രദേശത്ത് 2000-ൻ്റെ തുടക്കത്തിൽ 2 എയ്ഡ്സ് രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എയ്ഡ്സ് രോഗം എന്താണെന്ന് നമ്മുടെ സമൂഹത്തിന് ഇന്നത്തെ അത്ര ഒരു അറിവില്ലാത്ത കാലത്ത് അദ്ദേഹം വരികയും ആ കുട്ടികളെ സഹായിക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് സുരേഷ് ഗോപിയോടുള്ള, ഞങ്ങളുടെ നാട്ടിലെ പല വ്യക്തികൾക്കും സുരേഷ് ഗോപിയോട് നല്ല ഒരു സ്നേഹവും ആദരവും ഉണ്ടാക്കി. പിന്നെ അതുമാത്രമല്ല, ഏഷ്യാനെറ്റിലെ കോടീശ്വരൻ എന്നുള്ള പ്രോഗ്രാമിലൊക്കെ അദ്ദേഹം ജനങ്ങളെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും സുരേഷ് ഗോപിയുടെ ഒരുവിധം എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ പോലും അദ്ദേഹം കഴിഞ്ഞ വിഷുവിന്, അല്ലെങ്കിൽ കഴിഞ്ഞതിന് മുമ്പത്തെ വിഷുവിന് അദ്ദേഹം പ്രായമായ അമ്മമാർക്ക് 1 രൂപയോ 5 രൂപയോ കൊടുത്തിട്ട് കാല് തൊട്ട് വന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതൊന്നും നമ്മൾക്ക് ഒരു മതേതര മനസ്സിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള ഒരു സ്നേഹത്തിൽ ഒരു പരിധിവരെ കേരളത്തിൽ ഇടിവുണ്ടാക്കി. എന്നിരുന്നാലും സുരേഷ് ഗോപിയുടെ വിജയം ഒരു ചെറിയ കാര്യമല്ല. ആദ്യമായിട്ട് ഒരു വ്യക്തിത്വം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പോകുന്നു, കേന്ദ്രത്തിൽ അദ്ദേഹം മന്ത്രിയാവുന്നു, അതുവഴി കേരളത്തിൽ വികസനങ്ങൾ കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നു. ഇനി ഏറ്റവും അവസാനത്തെ കാരണം, തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർകാർക്ക് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. കേരളത്തിൽ ഒരുവിധം എല്ലാവർക്കും തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ തൃശ്ശൂർ പൂരപ്രേമികളുടെ മനസ്സിൽ ഒരു മുറിവായിട്ടുണ്ട്. ആ മുറിവ് അതും സുരേഷ് ഗോപിക്ക് ഒരു പരിധിവരെ വോട്ടായി മാറാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തു പറയുക, സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിത്വം കേരളത്തിലെ നാനാജാതി മതസ്ഥർക്കും ചെറിയ ന്യൂനപക്ഷങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഭൂരിപക്ഷം ക്രിസ്ത്യൻ സമുദായത്തിനാണെങ്കിലും ഹിന്ദു സമുദായത്തിനാണെങ്കിലും ചെറിയൊരു പക്ഷമെങ്കിലും മുസ്ലിം സമുദായത്തിനെങ്കിലും വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ അടുത്ത നിയമസഭാ ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇടതുവലത് മുന്നണികൾക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. അവർ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ ഇതൊക്കെ മാറിമറിയാൻ വലിയ പ്രശ്നങ്ങൾ, വലിയ താമസം വരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.